ഹലോ, അപ്പോൾ നമുക്ക് ചിപ്പി വെച്ചിട്ട് ക്രിസ്പി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റെസിപ്പി നോക്കിയാലോ? അപ്പോൾ കമോൺ, ഫസ്റ്റായിട്ട് നമുക്ക് വേവിച്ച് വെച്ച ചിപ്പിയിലേക്ക് കുറച്ച് സോൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. കുറച്ച് നമ്മുടെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മസാല ആഡ് ചെയ്ത് കൊടുക്കാം. പെരുംജീരകമൊക്കെ ഇട്ട് കട്ടയൊക്കെ ഇട്ടിട്ടുള്ള മസാലയാണ്. പിന്നെ നമുക്ക് വറുക്കാത്ത മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് നിങ്ങളുടെ എരിവിനനുസരിച്ച് നമുക്ക് 2 ടേബിൾ സ്പൂണൊക്കെ ആഡ് ചെയ്യാം. നമുക്ക് പിന്നെ കുറച്ച് കോക്കനട്ട് ഓയിൽ കയ്യിലേക്ക് ആക്കിയ ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ കോക്കനട്ട് ഓയിൽ കയ്യിലേക്ക് ആക്കിയ ശേഷം നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നമ്മുടെ കയ്യിൽ ഈ മുളകിൻ്റെ ഒന്നും നീറ്റൽ കയ്യിലൊന്നും ഉണ്ടാകില്ല. അതിനാണ് കോക്കനട്ട് ഓയിൽ ഉപയോഗിക്കുന്നത്. അപ്പോൾ ശേഷം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 5 to 10 മിനിറ്റ്സ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ ശേഷം നമുക്കൊരു പാനിലേക്ക് കോക്കനട്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. അതിലോട്ട് നമുക്ക് നമ്മുടെ ഈ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിപ്പി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ശേഷം ഒന്നിങ്ങനെ നമുക്കൊന്ന് മറിച്ചും തിരിച്ചും ഒന്നിങ്ങനെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഫൈനലി നമ്മുടെ ടേസ്റ്റി ആൻഡ് ക്രിസ്പി ആയിട്ടുള്ള ചിപ്പി ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ, ബൈ ബൈ.